ആദ്യം തന്നെ ശരത്തിനൊരു വലിയ നന്ദി പറയുന്നു, ഇങ്ങനൊരു വേദിയിലേക്ക് ഞങ്ങളൊക്കെ എത്തിച്ചത്. ശരത്തിനൊരു നന്ദി പറയുന്നതിന്റെ കൂട്ടത്തിൽ ശരത്തിന് വേണ്ടിയും ഒരു നന്ദി പറയുന്നു. കാര്യം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് ഞങ്ങളിലേക്ക് എത്തി, ഈ പ്രത്യേകിച്ച് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ശരത്തിന് ഒരുപാട് സമയം ഞങ്ങളുടെ കൂടെ പങ്കുവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ആക്ടേഴ്സ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്ക്രിപ്റ്റ് റൈറ്ററും ലൊക്കേഷനിൽ വേണമെന്നുള്ളത്. അപ്പൊ അതിന് സൗകര്യം ചെയ്തു കൊടുത്ത ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും ശരത്തിന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന് താഴെ വൈഭവ് സാറിന്റെ റൂമിലിരിക്കുമ്പോൾ സാറ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഞങ്ങളോട് പങ്കുവച്ചു. മലയാള സിനിമയിൽ കാണിക്കുന്ന പോലീസ് വേഷങ്ങൾ എപ്പോഴും ജെന്യുവിൻ ആണ്, എപ്പോഴും ഒറിജിനൽ ആണ് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചതിനെ പറ്റി പറഞ്ഞത് ഒരുപാട് സന്തോഷം തന്നൊരു കാര്യമാണ്. കാര്യം ഒരു സമയം വരെ പോലീസ് വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയും പേടിയുമായിരുന്നു. കാര്യം ഞാൻ കണ്ട് ശീലിച്ച സിനിമയിലെ പോലീസുകാർ എപ്പോഴും ഭയങ്കര മസിലുള്ള, ആറടി പൊക്കമുള്ള, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള പോലീസുകാരായിരുന്നു. പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു പോലീസുകാരനെ കണ്ടിട്ടില്ല. യൂണിഫോം മാറ്റി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ തോന്നുന്ന, സാധാരണക്കാരെ പോലെ ഇടപെടുന്ന പോലീസുകാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പോലീസുകാരന് ഒരു പോലീസ് ഓഫീസറിന് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് തന്നത് കുറ്റവും ശിക്ഷയും എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ സിബി സാറാണ്. സിബി സാർ ഇപ്പോൾ DYSP ആണ്. സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരന് പോലീസിനെ പോലെ അല്ലെങ്കിൽ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക്. പിന്നെ ഇതിനു മുന്നേ സംസാരിച്ചതുപോലെ ഈ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് നമ്മൾ പണ്ടൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഒരുപാട് കലാകാരന്മാർ കാക്കികളുണ്ട്. ഈ ഒരു യൂണിഫോമിലേക്ക് എത്തിയെന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിൽ എത്തിയെന്നതുകൊണ്ടോ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കാതെ ഇപ്പോഴും സിനിമയിൽ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ സിനിമയിൽ അവസരങ്ങൾ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കിന്നും ഫോഴ്സിലുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു മുന്നോട്ടുള്ള ഒരു പ്രചോദനമായി ശരത്ത് മാറട്ടെ. ശരത്തിന് വേണ്ടി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അക്ഷരക്കുട്ടികള് അത് അവന്റെ വിരലിലൂടെ പ്രവഹിച്ച് ഇന്ന് സെല്ലുലോയിഡിലെ ഒരു മഹാത്ഭുതമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തില് അയാളുടെ ഒരു സഹപ്രവർത്തനം എന്ന നിലയ്ക്ക് ഇവിടെ നിൽക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത് ഒരു വലിയ കാര്യമായി ഞാൻ കരുതുകയാണ്. തീർച്ചയായും കാലം എത്ര കഴിഞ്ഞാലും ശരത്തിന്റെ മക്കളുടെ മക്കളോ ഒക്കെ എത്തുന്ന കാലഘട്ടത്തിലും പിന്നോട്ട് നമ്മളൊന്ന് നോക്കുമ്പോൾ, അന്ന് ഗൂഗിൾ ഉണ്ടെങ്കിലും ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴൊക്കെ ഈ ചിത്രം അവിടെ മായാതെ ഉണ്ടാവും. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഒരു കലാകാരൻ അയാളുടെ ജീവിതത്തിൽ ബാക്കി വെച്ചു പോകുന്നത് അത് കാലാതീതമായി തന്നെ നിലനിൽക്കുന്നുള്ളതാണ്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ഈ ഒരു നേട്ടത്തിന് നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ഞാനും അഭിമാനിക്കുന്നു. ഈ ഒരു വിജയം അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലെ ഇനി വരാനിരിക്കുന്ന വലിയ വിജയങ്ങളുടെ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളോട്